അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സംശയം ചോദിക്കല്ലേ സുന്നിയായെങ്കിലും. ഉസ്താദ് ഖുൽ ബി ഫളിലില്ലാഹി വ ബി റഹ്മത്തിഹി ചൊല്ല ആയത്ത് വായിച്ചിട്ട് അതിനെ വിശദീകരിച്ചാറ്. പക്ഷെ അതിലുള്ള കുറേ തഫ്സീറിൽ ഉദാഹരണക്ക് ഇമാം റാസി ആവട്ടെ, കുർത്തുബി ആവട്ടെ, തബറി ആവട്ടെ, ഇബ്നു കസീർ ആവട്ടെ, ജലാൽ ബഗവി ഇങ്ങനത്തെ തഫ്സീറിൽ ആ റഹ്മത്ത് ചൊല്ലേക്ക് ഖുർആൻ അല്ലെങ്കിൽ ഇസ്ലാം അല്ലെങ്കിൽ ഹിദായത്ത് ഇങ്ങനെ ചൊല്ലിയ അർത്ഥമായിട്ട് കൊടുത്തത്. അപ്പോൾ അങ്ങല്ല റഹ്മത്തുൽ ആലമീൻ അല്ലെങ്കിൽ റഹ്മത്ത് ചെന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊല്ലിയ ಅರ್ಥ ಆಗೋಗೋ ಗೊಂತಾಯ್ಟ್ಲೆ ಒಂದು ಜಂಡಾಮದು ಅದಲ್ಲಾಂಟು ಕನ್ಸುಲ್ ಈಮಾನ್ ಚೊಲ್ಲೆ ತಫ್ಸೀರ್ಲು ಆಲಾ ಹಜರತ್ ಅಹಮದ್ ರಜಾ ಖಾನ್ ಬರಲಿ റഹ്മത്തുള്ളാഹി അലൈഹി അയലും ആഷിഖ് റസൂൽ ആയിട്ട് ഇക്കട് അയലും ಅದಕ್ಕೆ കൊടുത്ത അർത്ഥം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റഹ്മത്ത് ചൊല്ലേക്ക് ഖുർആൻ റഹ്മത്ത് ഖുർആൻ മുറാദ് ഹെ റഹ്മത്ത് സെ ഖുർആൻ മുറാദ് ഹെ ചൊല്ലിയ അർത്ഥമായിട്ട് ഇക്കട്. അപ്പോൾ നിങ്ങൾ സുയൂത്തി ഇമാമിൻ്റെ അദ്ദുറുൽ മൻസൂറിൻ്റെ വ്യാഖ്യാന അടുത്ത് ചെന്നാറ് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആയിട്ടിക്കട് റഹ്മത്ത് ചെന്നു. പക്ഷേ അവിടെ ആ റഹ്മത്ത് ആ റിപ്പോർട്ടാക്കി രണ്ട് റാവിമാരുടെ ಬಗ್ಗೆ ಆಕ್ಷೇಪ ಹಾಕಿ ಉಳ್ಳಾರು. ಅದು ഒന്നാമത് രണ്ട് റിപ്പോർട്ട് വന്നിട്ട് ഉണ്ടു ചൊല്ലാറ്. ഒന്ന് അബൂ ഷൈഖ് ചൊല്ലി അയാൾ കൊണ്ട് റിവായത്ത് ചെയ്ത് ഒരു റിപ്പോർട്ടായിട്ടിക്കട് അയാൾ ಬಗ್ಗೆ ഹാഫിൽ ദഹബി കെട്ടുകഥകൾ നിർമ്മിക്കുന്ന ആളാണെന്ന് പറഞ്ഞിട്ട് അതല്ല പിന്നെ വ്യാജ ഹദീസ് ഉണ്ടാക്കണങ്ങനത്തെ ആളുണ്ടും അതുപോലെ കൽബി ചൊല്ലിയ ഒരാള് റിവായത്തിൽ അയാളെ ഹദീസ് സ്വീകരിക്കോ തീരാൻ ചെന്നിട്ട് ഇമാം ബുഖാരി ചൊന്നിട്ടും താരീഖ് ബഗ്ദാദിൽ ഉണ്ടും ചൊന്നിട്ടു ആക്ഷേപമുണ്ടു. ഇದ್ರ ಬಗ್ಗೆ ഉസ്താദിന് ഒരു സ്പഷ്ടീകരണം വേണം. അതേപോലെ ഇമാം നാജിരെ ഇത് വായിച്ചായിരുന്നു ഇമാം ഇതുകൊണ്ടു. അതേ ಬಗ್ಗೆ ഇമാം നാജിരെ ಬಗ್ಗೆ ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി അയാളെ ಬಗ್ಗೆ ഹിഫ്ലുഗും പിന്നെ എന്തൊരു തഹ്ഖീഖ് ആക്കടയിൽ അയാൾക്ക് സമസ്യ ഉണ്ടും ചൊന്നിട്ടുള്ളാറ്. ഇದ್ರ ಬಗ್ಗೆ ഉസ്താദിന് സ്പഷ്ടീകരണം വേണം. പരിശുദ്ധമായ ഖുർആനിൽ ഖുൽ ബിഫളില്ലാ ഞാനിവിടെ മുഹമ്മദുൻ എന്ന് വ്യാഖ്യാനം പറഞ്ഞു. അപ്പോൾ ചോദ്യകർത്താവ് ചോദിച്ച ചോദ്യം മറ്റ് പല തഫ്സീറുകളിലും റാസിയിലോ കുർത്തുബിയിലോ അങ്ങനെ തുടങ്ങിയുള്ള മറ്റ് തഫ്സീറുകളിൽ ഇങ്ങനെ മുഹമ്മദ് എന്ന് തഫ്സീർ എടുത്തതായി കാണുന്നില്ല. ഒന്ന്. രണ്ടാമത്തത് അതിൻ്റെ റിപ്പോർട്ടർമാരിൽ ചിലർക്ക് തകരാറുണ്ട് എന്നാണ് പറഞ്ഞതിൻ്റെ ആകത്തുക അല്ലേ. ഒന്നാമത് നിങ്ങൾ അഴമായ ഖുർആൻ നബി സല്ലല്ലാഹു 5 കാര്യങ്ങളെ കൊണ്ട് ആദരിച്ചിട്ടുണ്ട്. അതിൽ ഒന്ന് ജവാമിഉൽ കലിം എന്ന പരിശുദ്ധമായ ഖുർആൻ കൊണ്ട് എന്നെ അള്ളാഹു ആദരിച്ചു. പല അർത്ഥമാം സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു പറഞ്ഞു ഒന്ന് മറ്റൊന്നിന് വൈരുദ്ധ്യമല്ല എന്നല്ലാതെ ഖുർആനിന്റെ വ്യാഖ്യാനങ്ങളിൽ വൈരുദ്ധ്യം ഇല്ല എന്ന് ഇമാം സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയത് കാണാം. അപ്പോൾ ഒരു ആയത്തിന് തന്നെ ഒന്നിലധികം അർത്ഥങ്ങൾ ഖുർആനിലുണ്ട്. അത് അള്ളാഹു നൽകിയ ഒരു അത്ഭുത ഗ്രന്ഥമാണ്. ഒരു ആയത്തിന് തന്നെ 2, 3, 4, 5 തഫ്സീറുകൾ കാണാം, വ്യാഖ്യാനങ്ങൾ കാണാം. ഇപ്പൊ അലിഫ് ലാം മീം എന്നതിന് പല വ്യാഖ്യാനങ്ങളുണ്ട്. ചില ആള് വ്യാഖ്യാനിക്കുന്നവർ വ്യാഖ്യാനിക്കുന്നു ഒരു മഹൽ ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ഒരു വ്യാഖ്യാനം മറ്റൊരു വ്യാഖ്യാനത്തിന് എതിരല്ല. അതുകൊണ്ട് തന്നെ ഇത് ഒരു ഉസൂലാണ്. രണ്ടാമത്തെ ഒരു ഉസൂലുണ്ട്. ഇബ്നു കസീർ തഫ്സീറിന്റെ തുടക്കത്തിൽ അത് വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തഫ്സീറിന്റെ ഉസൂലുകൾ പറയുന്ന ഗ്രന്ഥത്തിൽ കാണാം. ഇമാം ഖുർത്തുബിയുടെ കാണാം ഖുർആനിനെ വ്യാഖ്യാനിക്കേണ്ടത് ആദ്യമായി ഖുർആൻ കൊണ്ട് തന്നെയാണ്. ഇന്ന അലൈനാ ജംഅഹു വബയാന. ഖുർആനിനെ ബയാൻ ചെയ്യുന്നത് അത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്, നമ്മുടെ പണിയാണ്.
അപ്പോൾ ഖുർആനിനെ ആദ്യമായി വ്യാഖ്യാനിക്കേണ്ടത്, ഖുർആന്റെ ഒരു ആയത്തിനെ ഒന്നാമതായി വ്യാഖ്യാനിക്കേണ്ടത് ഖുർആനിൽ അതിന്റെ വ്യാഖ്യാനം വന്നിട്ടുണ്ടോ എന്ന് നോക്കണം. അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റെപ്പ് ഹദീസിൽ വ്യാഖ്യാനമുണ്ടോ എന്ന് നോക്കണം. 3, അതിൽ റാവികളെ പ്രശ്നം വരൂല, അതിൽ ദുർബലതയും തകരാറിന്റെ പ്രശ്നം ഇല്ലല്ലോ. അപ്പൊ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞത് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, ലോകത്തിലേക്ക് റഹ്മത്തായിട്ടാണ് അങ്ങേ നാം അയച്ചത്. അപ്പൊ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് റഹ്മത്ത് എന്ന് ഖുർആനാണ് പറയുന്നത്. പിന്നെ ഖുർആനിൽ തകരാറില്ലല്ലോ, റാവികളെ തകരാറൊന്നും ഖുർആനിലില്ലല്ലോ. അതാണ് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാലല്ലാഹു തആല, ഈ ആയത്ത് കൊടുത്തിട്ട് ഈ വ്യാഖ്യാനം കൊടുത്തിട്ട് വറഹ്മത്തുഹു മുഹമ്മദുൻ എന്ന് പറഞ്ഞിട്ട് പറയുന്നു ഖാലല്ലാഹു തആല വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. ഖുർആനിന്റെ ആയത്തിനെ മറ്റൊരു ഖുർആന്റെ ആയത്ത് കൊണ്ട് വ്യാഖ്യാനിച്ചു. ഇത് തഫ്സീറിന്റെ ഒരു ഉസൂലിൽപ്പെട്ടതാ. അപ്പോ ഇതിൽ റാബികളെ തകരാറില്ല, കാരണം ഖുർആന്റെ വാക്യമാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇമാം ഹാക്കിം മുസ്തദർക്കിൽ റിപ്പോർട്ട് ചെയ്യുന്നു, 100-ാം നമ്പർ ഹദീസായി റിപ്പോർട്ട് ചെയ്യുന്നു, അയ്യുഹന്നാസ് ഇന്നമാ അന റഹ്മ, ജനങ്ങളെ ഞാൻ റഹ്മത്താണ്. അള്ളാന്റെ റസൂൽ ഹദീസിലും പറഞ്ഞു. അപ്പോ വബി റഹ്മത്തിഹി എന്നതിന്റെ വ്യാഖ്യാനം ഖുർആൻ തന്നെ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസിലും പറഞ്ഞു, ഞാൻ റഹ്മത്താണ്. അപ്പോ ഖുർആനിന്റെ ആയത്ത് കൊണ്ടും ഹദീസ് കൊണ്ടും തെളിഞ്ഞു. പിന്നെ ചോദ്യകർത്താവ് പറഞ്ഞു, കേവലം സുയൂത്തി അദ്റുൽ മൻസൂൽ മാത്രമാണല്ലോ പറഞ്ഞത്. അല്ല, 6-ാം വാള്യം 133 ഇമാം ഇബ്നുൽ ജൗസി, ഹാഫിദ് ഇബ്നുൽ ജൗസി റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഈ ഹദീസിന്റെ വിഷയത്തിൽ വലിയ കനിഷ്ഠത ഉള്ള ആളാണ്. ഇബ്നുൽ ജൗസി പലപ്പോഴും സ്വഹീഹായ ഹദീസിനെ തന്നെ ചിലപ്പോൾ തകരാറ് പറയുന്ന ഒരാളാണ് ഇബ്നുൽ ജൗസി. 6. അപ്പോ ഇമാം സുയൂത്തി മാത്രമല്ല മറ്റു മുഫസ്സിറുകളും ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയും ഒരുപാട് തഫ്സീറുകൾ പരിധിയാൽ നമുക്ക് വ്യാഖ്യാനങ്ങൾ കാണാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് ഇമാം സുയൂത്തി മാത്രമല്ല മറ്റു മുഫസ്സിറുകളും ഈ വ്യാഖ്യാനം പറഞ്ഞിട്ടുണ്ട്. അപ്പോ അതാണ് നിങ്ങൾ ഒന്നാമത് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് റാബികളെ തകരാറിന്റെ പ്രശ്നമേ ഇവിടെ ഇല്ല. എന്തുകൊണ്ട്? ഖുർആനിനെ ഖുർആന് കൊണ്ടാണ് വ്യാഖ്യാനിക്കേണ്ടത്. ആ ഖുർആനിൽ തന്നെ പറഞ്ഞു റഹ്മത്ത് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബിയാണ്. ഹദീസും പഠിപ്പിച്ചു റഹ്മത്ത് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബിയാണ്. അപ്പൊ ഖുർആനും ഹദീസ് കൊണ്ട് തെളിഞ്ഞു. ഇനി രണ്ടാമത് നാജി ഇമാമിന്റെ ഇബാറത്ത് ഞാൻ വായിച്ചു. അപ്പൊ നാജി ഇമാമിനെ സംബന്ധിച്ച് അയാൾക്ക് കുറച്ച് അദ്ദേഹത്തിന് ചില തകരാറൊക്കെ ഉണ്ട്. അങ്ങനെ പൊതുവെ ഏത് പണ്ഡിതനെ നോക്കിയാലും അസ്മാഉർ റിജാലിന്റെ ഗ്രന്ഥം നോക്കിയാൽ 100% റെഡിയാകുന്ന ഒരു മനുഷ്യൻ ലോകത്താരാ ഉള്ളത്? അള്ളാന്റെ റസൂലല്ലാതെ, അമ്പിയാക്കളല്ലാതെ. 100% റെഡിയാകണമെങ്കിൽ ഇതേ ഇമാം നാജി റഹിമഹുല്ലാനെ പറ്റി വഹാബികളെ തലതൊട്ടപ്പൻ നേതാവാകുന്ന അൽബാനി അത്തർഗീബ് തർഹീബിന്റെ മുഖദ്ദിമയിൽ അദ്ദേഹം നല്ല ഹിഫുള്ള ആളാണെന്നും അദ്ദേഹം അഗ്രഗണ്യനായ പണ്ഡിതനാണെന്നും അൽബാനി അദ്ദേഹത്തിന്റെ തർഗീബ് തർഹീബിന്റെ മുഖദ്ദിമയിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം തകരാർ സംഭവിച്ച ആളാണെന്നുള്ള വാദം ശരിയല്ല. വഹാബികളെ നേതാവ് തന്നെ അത് പറയുന്നുണ്ട്. ഇതങ്ങൾ കേട്ടോളി. വഹാബികളെ നേതാവ്, അടുത്ത കാലത്തെ നേതാവുണ്ടല്ലോ റഷീദ് റിള മുഖേനയാണ് കേരളത്തിലേക്ക് വഹാബിസം കടന്നു വന്നത്. ഈ റഷീദ് റിള ഒരു അൽമനാർ എന്ന് പറയുന്ന പത്രം നടത്തിയിരുന്നു. ആ അൽമനാർ എന്ന് പറയുന്ന പത്രത്തിന്റെ ഏതാനും ചില കോപ്പികളുമായി ഒരു അറബി കൊടുങ്ങല്ലൂരിലെ ഒരു പ്രമുഖനായ ഒരു വ്യാപാരിയുടെ വീട്ടിലേക്ക് വന്നപ്പോ, ഒരു ബിസിനസ്സുകാരന്റെ വീട്ടിലേക്ക് വന്നപ്പോ ഒരാള് ഈ വക്കം അബ്ദുൽ ഖാദിർ മൗലവി ആ വീട്ടിലേക്ക് പോവുകയും ഈ അൽമനാർ കോപ്പി വായിച്ചിട്ടാണ് അദ്ദേഹം ഇവിടെ വഹാബിയാകുന്നത്. അങ്ങനെയാണ് കേരളത്തിലേക്ക് വഹാബിസം വന്നത്. ആ അൽമനാർ എന്ന പത്രം നടത്തിയിരുന്ന വഹാബികളെ തലതട്ടൊപ്പൻ നേതാവ് അവരുടെ റഷീദ് റിള, അദ്ദേഹത്തിന്റെ തഫ്സീറുൽ മനാർ, ആ തഫ്സീറുൽ മനാറിൽ കാണാം ഫളുലുല്ലാഹി അൽ ഈമാനു, ഫളു എന്ന് പറഞ്ഞാൽ അൽ ഈമാനാണ്, വറഹ്മത്തുഹു, അതുപോലെ തന്നെ വറഹ്മത്തു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ, റഹ്മത്ത് എന്ന് പറയുന്ന മുഹമ്മദ് നബിയാണ്
എന്നിട്ട് ഈ വ്യാഖ്യാനം കൊടുത്തിട്ട് പറയുന്നു ഓ കുല്ലു ഹാദിഹിൽ മആനി സ്വഹീഹുൻ ഫീ നഫ്സിഹാ, ഈ ആശയങ്ങളെല്ലാം ശരിയാണ്, ഈ ആശയങ്ങളെല്ലാം കറക്റ്റാണെന്ന് റഷീദ് റിള അദ്ദേഹത്തിന്റെ തഫ്സീറുൽ മനാറിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചില പുണ്യകരമായ ദിവസങ്ങൾ വരുമ്പോൾ ചെറിയ പെരുന്നാൾ, ബലിപെരുന്നാൾ അല്ലെങ്കിൽ ബറാത്തിന്റെ രാവ് തുടങ്ങിയതിനൊക്കെ പ്രാമുഖ്യം നൽകുകയും അതിൽ ചെയ്യേണ്ട ഇബാദത്തുകൾ, ദിക്റുകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്നാൽ റബീഉൽ അവ്വൽ 12-ന് ഇന്ന ഇബാദത്ത് ചെയ്യുക അല്ലെങ്കിൽ ഇന്ന ദിക്ർ ചൊല്ലുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ റബീഉൽ അവ്വൽ 12-ന് നാം അത് ആഘോഷിക്കേണ്ടതുണ്ടോ? സാധാരണ ഞാൻ പറഞ്ഞല്ലോ, പ്രമാണങ്ങളെ കൊണ്ട് ഇതിനെ വിരോധിക്കാനും അല്ലെങ്കിൽ ബിദ്അത്താണെന്ന് സ്ഥാപിക്കാൻ കഴിയാതെ വരുമ്പോൾ വഹാബികളിൽ ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇമാം ശാഫി തന്റെ കിതാബിൽ പറഞ്ഞിട്ടുണ്ടോ? പിന്നെ ചോദിക്കും നബാത്തി ഖുതുബയിൽ പറഞ്ഞിട്ടുണ്ടോ? പിന്നെ ചോദിക്കും ഏതെങ്കിലും സ്വഹാബത്ത് നടത്തിയിട്ടുണ്ടോ? അതുപോലെ തന്നെ പെരുന്നാളിന് 2 പെരുന്നാളിനും ഇന്നത് ചെയ്യണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. നബിയുടെ ജന്മദിനത്തിന് എന്ത് ചെയ്യണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ടോ? ഓരോ ദിവസത്തിനും അതിൻ്റെതായ മഹത്വങ്ങൾ കിട്ടാൻ ചില കാരണങ്ങളുണ്ട്. ഇപ്പോ ലൈലത്തുൽ ഖദറിന് മഹത്വം കിട്ടിയത് എങ്ങനെ? അത് ഇബാദത്തിന്റെ വഴിയിലൂടെയാണ്. മിൻ ഹൈസുൽ ഇബാദ, 1000 കൊല്ലങ്ങളുടെ ഇബാദത്ത് ചെയ്തതിന്റെ പുണ്യം, ഇബാദത്തിന്റെ ഹൈസ്യത്തിലൂടെയാണ് അതിന്റെ ബഹുമാനം. അതുപോലെ വലിയ പെരുന്നാള് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്നലക്കുള്ളൊരു പുണ്യവും ബഹുമാനവും. ചെറിയ പെരുന്നാള് റമദാനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത്. ഇങ്ങനെ ഓരോന്നിനും ഈ ഷറഫ് ഫള് കിട്ടാൻ ചില ഹൈസിയത്തുകളുണ്ട്. അത് ചിലത് ഇബാദത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ആ ഇബാദത്തിന്റെ അടിസ്ഥാനത്തിലാകുമ്പോൾ അതിന്റെ ഇബാദത്തുകൾ പ്രത്യേകമായി സൂചിപ്പിച്ചിട്ടുണ്ടാകാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച ദിവസത്തിന്റെ ബഹുമാനം വന്നത്, ഷറഫ് വന്നത് എങ്ങനെ? അത് ലോകത്തിന്റെ നേതാവ്, എല്ലാ മഖ്ലൂക്കുകളുടെ നേതാവായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചു എന്ന ഹൈസിയത്തിലാണ്. ആ നിലക്കാണ് അതിന് ഷറഫും ഫളും വന്നത്. ഇബാദത്ത് എന്ന ഹൈസിയത്തിലല്ല, വിലാദത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന നിലക്കാണ് ഈ ഷറഫും ഫളും വന്നത്. അന്ന് എന്നാണ് ചെയ്യേണ്ടത്? അത് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു, ഫൽയഫറഹു, അന്ന് ചെയ്യേണ്ടത് നിങ്ങൾ സന്തോഷിക്കുക. വിശുദ്ധ ഖുർആൻ പറഞ്ഞു അന്ന് ചെയ്യേണ്ടത് എന്താ? അന്ന് സന്തോഷിക്കണം. എല്ലാ ദിവസവും ഒരുപോലെ അല്ലല്ലോ. വ്യാഴാഴ്ച യാത്രക്ക് നല്ലതാണ്. അതുപോലെ നഖമുറിക്കണം, ജുമാ ദിവസത്തിന് റെഡിയാകണം. അതുപോലെ തിങ്കളാഴ്ച നഖമുറിക്കണം, യാത്രക്ക് പോകാൻ പറ്റിയതാണ്. അതുപോലെ വെള്ളിയാഴ്ച അൽക്കഫ് ഓതണം. റസൂലുള്ളാഹി ജനിച്ച ദിവസത്തിലോ സന്തോഷിക്കണം. അപ്പൊ അന്ന് ചെയ്യേണ്ട സംഗതി എന്താ? സന്തോഷമാണ്. എങ്ങനെയാ സന്തോഷിക്കുക? സന്തോഷത്തിന്റെ കാര്യങ്ങൾ ജായിസായ ഏതെല്ലാം ഉണ്ടോ അത് സന്തോഷിക്കണം എന്നാണ്. അല്ലാതെ അന്ന് സന്തോഷിക്കുക. ആ സന്തോഷത്തിന്റെ ഭാഗമായി എന്തൊക്കെ ഉണ്ടോ? റസൂലുള്ളാഹിന്റെ സ്വലാത്തു ചൊല്ലാം, അതുപോലെ തന്നെ റസൂലുള്ളാഹിന്റെ മദ്ഹ് പാടാം,
ഇമാം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു വകുല്ലു മാ യഖ്തളീഹിൽ ഫറഹു വസ്സുറൂറു, സന്തോഷം തേടുന്ന ഏതെല്ലാം ഉണ്ടോ, മിൻ ഈഖാദിൻ കുളിർമയാക്കുക, വതനസുഹി സമഇ വന്നളർ കാതും കണ്ണും ഹറാമിൽ നിന്ന് സംരക്ഷിക്കുക, വതസയ്യുനി ബിമാ ഹസുന നല്ല ഭംഗിയുള്ള വസ്ത്രം ധരിക്കുക, മിനസിയാബി വറുകൂബി ഫാരിഹി ദാബി അതുപോലെ ദബ്ബ അതുപോലെ നല്ല മൃഗത്തിന്റെ ഭംഗിയുള്ള മൃഗത്തിന്റെ മുകളിൽ കയറുക. ഇതെല്ലാം ഇങ്ങനെയുള്ള സന്തോഷങ്ങൾ, സന്തോഷത്തിന്റെ ഭാഗമായി എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ചെയ്യാം. അപ്പോ സന്തോഷിക്കാൻ പഠിപ്പിക്കട്ട ദിവസമാണ്. അല്ലാതെ നമ്മൾ അന്നൊരു പ്രത്യേക ഒരു ദിക്ർ സുന്നത്തുണ്ട് നമ്മൾ വാദിച്ചില്ലല്ലോ. ആരെങ്കിലും പറഞ്ഞോ ഒന്ന് പ്രത്യേകമായ ഒരു ദിക്റുണ്ട്? ഇല്ല. അത് ചില ദിവസങ്ങൾക്ക് അങ്ങനെയുണ്ട്, ഇതിന് ഇങ്ങനെയുണ്ട്, രണ്ടോ രണ്ടാണ്, എല്ലാം ഒരുപോലെ അല്ലല്ലോ. ഖുർആനിൽ ഉറുമ്പിനെ കുറിച്ചും തേനീച്ചയെ കുറിച്ചും അതേപോലെ തന്നെ ചെറിയ ചെറിയ ജന്തുക്കളെ കുറിച്ചും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഒമാ അർസൽനാക ഇല്ലാ റഹ്മത്തുൽ ലിൽ ആലമീൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ലോകത്തേക്ക് റഹ്മത്തായിട്ടല്ലാതെ അയക്കപ്പെട്ടിട്ടില്ല. അപ്പൊ ആയത്ത് വരാത്തത് എന്തുകൊണ്ടാണ്? ചോദ്യം മനസ്സിലായില്ല. ഖുർആനിൽ ഉറുമ്പിനെ പറ്റിയും തേനീച്ചനെ പറ്റിയും ഒക്കെ ഇങ്ങനെ പരിചയപ്പെടുത്തുമ്പോൾ അതേ ഹബീബായ തങ്ങളെ റഹ്മത്തായ തങ്ങളെ എന്തുകൊണ്ട് മീലാദുൻ നബി ആഘോഷിക്കൂ എന്നൊരു ആയത്ത് വന്നില്ല? മൃഗങ്ങൾക്കാ? അല്ല, നബി തങ്ങളെ മീലാദുൻ നബിയായി ബന്ധപ്പെട്ടിട്ട്. മീലാദ് എന്ത് ആഘോഷം എന്തും പറഞ്ഞില്ല എന്നാണോ ചോദ്യം? അത് ശരി. അപ്പോ ഉറുമ്പിനെ പറ്റിയും അതുപോലെ ചില മൃഗങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാ പിന്നെ എവിടെയും ചോദിക്കാലോ. അതിനൊക്കെ പറഞ്ഞ ഖുർആനിൽ എന്തുകൊണ്ട് മറ്റേ പിന്നെ ഒരുപാട് മൃഗങ്ങളുണ്ടല്ലോ, എന്തുകൊണ്ട് അതിനെപ്പറ്റി പറഞ്ഞില്ല എന്ന് ചോദിച്ചുകൂടെ? അള്ളാഹു എന്തു പറയണമെന്ന് നമ്മളല്ലല്ലോ തീരുമാനിക്കേണ്ടത്, അത് അള്ളാഹുവാണ് തീരുമാനിക്കേണ്ടത്. ഞങ്ങൾ അങ്ങോട്ട് അള്ളാഹ് പറഞ്ഞു കൊടുക്കലല്ലേ ദീൻ. ആ ഖുർആനിൽ വന്ന ഫൽയഫ്റഹു അത് തന്നെയാണ് ആഘോഷം. ഈ ഇഹ്തിഫാൽ, ഈ സന്തോഷിക്കുമ്പോൾ ഉണ്ടാകുന്ന സംഗതിയാണ് ഇഹ്തിഫാൽ. ഇപ്പൊ മദ്രസ എന്ന് ഖുർആനിലുണ്ടോ? ഇതിനർത്ഥം മദ്രസ നടത്താൻ പാടില്ല എന്നാ? നമ്മൾ മദ്രസ നടത്തുന്നില്ലേ? അപ്പൊ മദ്രസ നിങ്ങൾ നടത്തിക്കോളുന്നു ഖുർആനിലുണ്ടാ? അതുപോലെ തന്നെ ബിരിയാണി എന്ന് പറഞ്ഞ വേർഡ് ഖുർആനിലുണ്ടോ? ഇങ്ങനെ ഇതൊക്കെ ഉണ്ട്. ഇങ്ങനെ ചോദിക്കാൻ പോയാൽ തീരുവോ? സ്വബയൊരേ ചോദിക്കാം. എന്തുകൊണ്ട് അത് പറഞ്ഞില്ല, ഇത് പറഞ്ഞില്ല? യതീം ഖാന എന്തുകൊണ്ട് പറഞ്ഞില്ല? യതീമുകളെ പറ്റി അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, യതീം ഖാനകളെ പറ്റി എന്തേ ഖുർആൻ പറയാത്തത്? ഇതിനർത്ഥമുണ്ടോ? അത് ഞാൻ പറഞ്ഞല്ലോ, വഹാബികൾക്ക് ക്ലച്ച് പിടിക്കാതെ വരുമ്പോ ഇതുപോലത്തെ ചോദ്യങ്ങൾ അവസാനം ചോദിച്ചിട്ട് മഗ്ഗി ബുക്കിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കും. നബാത്തെ ഖുതുബയിലുണ്ടോ? മഗ്ഗി ബുക്കിലുണ്ടോ? മുത്തഫരീദിലുണ്ടോ? മീസാനിലുണ്ടോ? അജ്നാസിലുണ്ടോ? തഖീൽ ലിസാനിലുണ്ടോ? ഈ ചോദിക്കുന്നതിന് മണ്ടത്തരം എന്നല്ലാതെ എന്താ പറയാ? അപ്പൊ അതുകൊണ്ട് ഫൽയഫ്റഹു അള്ളാന്റെ റസൂലിനെ കൊണ്ട് സന്തോഷിക്കണം, അവിടുത്തെ ജനനം കൊണ്ട് സന്തോഷിക്കണം. ആ സന്തോഷിക്കുന്നതിന്റെ പര്യായ വേർഡാണ് ഇഹ്തിഫാൽ എന്നുള്ളത്. മനസ്സിലായില്ലേ? ആഘോഷം. അതിന് പല പദങ്ങൾ, ഇജ്തിമാഎന്നും പറയാ, ഇഹ്തിഫാൽ എന്നും പറയാ, നമ്മളെ ഭാഷയിൽ നമ്മൾ വേറെ എന്തെങ്കിലും പറയാ, അതൊക്കെ മറ്റു വേർഡുകളാണ്. ఉస్తాద్ కల్నూరు ముఖాముఖి ప్రోగ్రాంలో ఇస్తిగాసత్తుకి తెలివైట్ ఉస్తాదారు ఆయత్ ఓదారు, ఇన్నమా వలియుకుముల్లాహు రసూలు చొల్లి ఆయత్. അത് സഹായാഭ്യർത്ഥനക്ക് തെളിവായിട്ട് ഏതെങ്കിലും മുഫസ്സിർമാർ ആ ആയത്തിൽ വ്യാഖ്യാനിച്ചിരാറാ? ഏതെങ്കിലും ഒരു മുഫസ്സിർ അത് ഒരു ഇസ്തിഗാസത്തുക്ക് ഇത് ഈ ആയത്ത് തെളിവുന്ന് ചൊന്നിട്ട് ചൊന്നറാറാ? അതിന്റെ സബബുൻ നുസൂൽ നോക്കുമ്പോഴത്തേക്കും അത് യഹൂദി നസ്രാക്കന്മാരെ ಬಗ್ಗೆ ಬಂದ ആയത്തല്ലേ? കഴിഞ്ഞ നമ്മളെ കാട്ടിപ്പള്ളത്ത് നടന്ന മുഖാമുഖത്തിൽ ഞാൻ ഖുർആന്റെ ആയത്തൊന്ന് ഓതിയിരുന്നു. ഇസ്തിഗാസക്ക് തെളിവായി പരിശുദ്ധമായ ഖുർആനിന്റെ
ഒരു ആയത്ത്, ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനു അല്ലദീന യുഖീമൂന സ്വലാത്ത വയുതൂന സകാത്ത വഹും റാക്കിഊൻ എന്ന ആയത്ത്. ആ ആയത്ത് ഏതെങ്കിലും ഇമാമിങ്ങൾ ഇസ്തിഗാസക്ക് പറഞ്ഞിട്ടുണ്ടോ, തെളിവായിട്ട് പറഞ്ഞിട്ടുണ്ടോ? ഇമാമിങ്ങൾ ഇത് ഇന്നതിന് തെളിവാണ് ഇന്നതിന് തെളിവാണ് എന്ന് പറയുന്ന ശൈലിയില്ല. ഇപ്പോ ഖുർആനിൽ എത്രയോ ഞങ്ങൾ ഫിഖ് സംബന്ധമായ ആയത്തുകളുണ്ട്. അതിൽ ഈ ആയത്ത് ഇന്നതിന് തെളിവാണ് ഇന്നതിന് തെളിവാണ് എന്ന് അവിടെ പറയുന്ന ശൈലിയില്ല. ഒന്ന്. രണ്ടാമത്, ഇമാം റാസി റളിയല്ലാഹു അൻഹു വളരെ കൃത്യമായി അതിനെ വ്യാഖ്യാനിച്ചു. എന്താണ് ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞത്? ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, വകുല്ലു മൻ അൻസഫ വതറക തഅസ്സുബ, നീതി പാലിക്കുന്ന ഏതൊരാളും മർക്കട മുഷ്ടി ഒഴിവാക്കിയ ഏതൊരാളും വതഅമ്മല ഫീ മുഖദ്ദിമത്തിൽ ആയത്തി വഫീ മുഅഖിരിഹ, ആയത്തിന്റെ ആദ്യ ഭാഗവും അവസാന ഭാഗവും ചിന്തിക്കുന്ന ഏതൊലിഹി ഇന്നമാ വലിയുക്കുമുല്ലാഹ് എന്ന ആയത്തുള്ള വലിയ ലൈസ ഇല്ലാ ബിമഅന നാസിരി വൽ മുഹിബ്ബി, സഹായിക്കുന്നവൻ എന്ന അർത്ഥമല്ലാതെ വേറെ അർത്ഥമല്ല. മുഹിബ് അതുപോലെ സ്നേഹിക്കുന്ന ആള്. അപ്പൊ സഹായിക്കുന്നവരും നമ്മെ സ്നേഹിക്കുന്നവരുമാണ്. ഈ സഹായിക്കുന്ന ആള് എന്ന് പറഞ്ഞാൽ മതി. അത് തന്നെയാണ് ഇസ്തിഗാസക്ക് ഏറ്റവും വലിയ തെളിവ്. ഇത് ഇസ്തിഗാസക്ക് തെളിവാണ് എന്ന് പറയണ്ട. ഒരു ഡോക്ടർ ഒരു ഹോസ്പിറ്റലിൽ പുറത്ത് ബോർഡ് ഇടുന്നു, ഇന്ന പേരിൽ ഒരു ഹോസ്പിറ്റൽ, ഉദാഹരണത്തിന് സഹറ ഹോസ്പിറ്റൽ എന്ന് പേരിട്ടു. അവിടെ താഴെ എഴുതുന്നില്ല ನೀವು ಎಲ್ಲರೂ ഈ ആസ്പത്രിക്ക് ബന്നി എന്ന് ആരും എഴുതലുണ്ടോ? ഇത് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം എന്താ? അവിടെയൊക്കെ പോകാം. ഒരു ഹോട്ടൽ സംസം എന്നുണ്ടാവും, അല്ലെ ഹോട്ടൽ വെൽക്കം എന്നുണ്ടാവും. അതിന്റെ താഴെ നിಮಗೆ ಹಸಿವಾದರೆ ನೀವು ಇಲ್ಲಿ ಬಂದು ಊಟ ಮಾಡಿ എന്ന് ആരും എഴുതലില്ല. അങ്ങനെ ആരും എഴുതലുണ്ടോ? അപ്പൊ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും ഇത് ഹോട്ടലാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവിടെ പോയി ഭക്ഷണം കഴിക്കാം. ഇത് ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞാൽ ചികിത്സിക്കാം. ഇതുപോലെ സഹായിയാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് സഹായം ചോദിക്കാം എന്നാണ്. പിന്നെ നിങ്ങൾക്ക് സഹായം ചോദിക്കാം, നിങ്ങൾ സഹായം ചോദിച്ചോളൂ. അല്ലെങ്കിൽ ശൈലി നോക്കി, നീതി പാലിക്കുന്ന ആള് മർക്കട മുഷ്ടി ഒഴിവാക്കിയ ആള്. അപ്പൊ ഇങ്ങനെ ചോദിക്കാതെ ഇസ്തിഗാസക്ക് തെളിവുണ്ടോ എന്ന് ചോദിക്കുന്നത് അതും മർക്കട മുഷ്ടിയാണ്. ഇമാം റാസിക്ക് മുൻകൂട്ടി തന്നെ ആ ദീർഘദൃഷ്ടിയിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഇങ്ങനെ കുറച്ച് ആളുകൾ വരും, അതുകൊണ്ട് അത്തരം മർക്കട മുഷ്ടി ഒഴിവാക്കിയവർക്ക് ഇത് തെളിവാണ്. മനസ്സിലായില്ലേ? അപ്പൊ നാസിറാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അപ്പൊ അതുകൊണ്ട് അതിന്റെ ആവശ്യം ഇല്ല. ഉസ്താദ് വയൂതൂന സകാത്ത വഹും റാക്കിഊൻ ഉണ്ട്. അപ്പൊ മരിച്ചു പോയാൽ പിന്നെ അയാളോട് സക്കാത്ത് ചോദിക്കാൻ പറ്റുമോ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ? അതാ അല്ല, അയാൾ സക്കാത്ത് കൊടുത്ത് വലിയൊരു സ്ഥാനത്തിലെത്തി ആയിരിക്കാം, വലിയൊരു വലിയ സ്ഥാനത്തിലേക്കാണ് എത്തി. അപ്പൊ ആ വലിയ ആ സക്കാത്ത് കൊടുത്തോണ്ട് ആ ഹാജാരക്ക് ഒരു കബർ കെട്ടിയിട്ട് അവിടെ പോയിട്ട് നമ്മൾ ഇസ്തിഗാസ ചെയ്യാൻ പറ്റുമോ? ഞങ്ങൾക്കുള്ള ഞങ്ങളുടെ ഉദ്ദേശം പൂർത്തിയാകാൻ വേണ്ടിയിട്ട് അയാളോട് സഹായം ചോദിക്കാൻ പറ്റുമോ? ഈ ആയത്തിന്റെ അവസാനം എന്താ ഉള്ളത്? വഹും റാക്കിഊൻ, അവർ ധാരാളം സുന്നത്ത് നിസ്കരിക്കുന്ന മഹാന്മാരാണ്. സാധാരണ ചില്ലറക്കാരായ ആളുകളെ പറ്റിയല്ല ഈ പറയുന്നത്. ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലു, അല്ലാഹും അവന്റെ റസൂലും. ആ റസൂലിനോട് അത്ഫാക്കിക്കൊണ്ട് വല്ലദീന ആമനുല്ലദീന യുഖീമൂനസ്സലാ എന്ന് പറയുമ്പോൾ ആ ഏറ്റവും വലിയ ഉന്നത പദവിയുള്ള മഹാന്മാർ എന്നാണ് ആ ആയത്തിന്റെ ശൈലി തന്നെ പഠിപ്പിക്കുന്നത്. കാരണം അല്ലാഹും റസൂലും തുടർന്ന് പറയുന്നത് മുഅ്മിനീങ്ങൾ. ആ മുഅ്മിനീങ്ങൾ ചില്ലറക്കാരല്ല, മഹാന്മാരായ ആളുകൾ. വഹും റാക്കിഊൻ, അവർ ധാരാളം സുന്നത്ത് നിസ്കരിക്കുന്നവരാണ്. അങ്ങനെ വലിയ മഹാന്മാരായ ആളുകൾ അവർ ജീവിത കാലഘട്ടത്തിലും അവരോട് സഹായം ചോദിക്കാം, വഫാത്തിന്റെ ശേഷവും സഹായം ചോദിക്കാം. അപ്പോ ഈ സക്കാത്ത് കൊടുക്കുന്ന ആള് അയാൾ നല്ലൊരു മഹാനായ ഒരാളാണ് എങ്കിൽ അയാളോട് നമുക്ക് ചോദിക്കാം. അയാൾ അതിന് തരപ്പെട്ട ആളാണ്. മരണപ്പെട്ടതിന് ശേഷം അവർക്ക് അത്തരം തസറുഫാത്തുകൾക്ക് അവകാശമുണ്ട് മഹാന്മാർക്ക്. അതുകൊണ്ട് തന്നെ മരണത്തിന്റെ ശേഷം തസറുഫാത്തുകൾക്ക്
അർഹത ലഭിക്കുന്ന വലിയ വലിയ മഹാന്മാർ അങ്ങനെയുള്ള ആളാണെങ്കിൽ അയാളോട് പോയി നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചോദിക്കുന്നതിന് യാതൊരു വിരോധവുമില്ല. ഇപ്പൊ നിങ്ങൾ എൻ്റെ ദോഷത്തിനെ പൊറുക്കണേ, ഖബറിൽ ഞങ്ങൾക്ക് നിങ്ങൾ രക്ഷ തരണേ, ഞങ്ങളെ ഇരുവീട്ടിലും സലാമത്താക്കണേ എന്ന് അയാളോട് നമ്മൾ ഇസ്തിഗാസ ചെയ്യാൻ പറ്റുമോ? ദോഷം പൊറുക്കണേ, അതുപോലെ തന്നെ വേറെന്താ ചോദിച്ചേ? ഖബറിൽ രക്ഷപ്പെടുത്തണേ, ഖബറിൽ നിന്ന് രക്ഷപ്പെടുത്തണേ. ഈ ഇസ്തിഗാസ, മരണപ്പെട്ടു പോയവരോടുള്ള ഇസ്തിഗാസ, അതിന് പ്രയോഗിക്കുന്ന ചില പദപ്രയോഗങ്ങളാണ്. അഥവാ ഈ ചോദിക്കുന്നവൻ ഏത് അർത്ഥത്തിലാണോ ഈ ഔലിയാക്കളോട് സഹായം തേടുന്നത്, ഏത് വീക്ഷണത്തിലാണ്? ഇസ്തിശ്ഫാ, അവരവക്കൽ നിന്ന് ഷഫാഅത്ത് ലഭിക്കണം എന്ന് പറഞ്ഞാൽ, എന്റെ ഈ കാര്യം, ഉദാഹരണത്തിന് എന്റെ രോഗം മാറ്റിത്തരണേ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? എന്റെ രോഗം പടച്ചവൻ മാറ്റാൻ വേണ്ടി നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്നാണ് അതിന്റെ അർത്ഥം. ഷഫാഅത്ത്, ഇസ്തിശ്ഫാ ഉണ്ടാകുന്നത് ഇമാം റാസി പറയുന്നു, ഈ ഷഫാഅത്ത് പ്രാർത്ഥന മുഖേനയാണ്. അപ്പോ ഒരു വലിയനോട് എന്റെ രോഗം മാറ്റിത്തരണേ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് പ്രധാനമായി ഉദ്ദേശിക്കപ്പെടുന്നത് എന്റെ രോഗം അത് മാറ്റിത്തരുന്നവൻ അല്ലാഹു ആണല്ലോ, രോഗം ശമനപ്പെടുത്തലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്നെ ഖബറിൽ എന്നെ രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞാൽ ഞാൻ രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങൾ അള്ളാഹുവിനോട് ശഫാഅത്ത് ചെയ്യണേ എന്നാണ് ആ പദത്തിന്റെ അർത്ഥം. എന്റെ ദോഷം പൊറുക്കണേ എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം എന്റെ ദോഷം അള്ളാഹു പൊറുത്തരാൻ വേണ്ടി നിങ്ങൾ ശഫാഅത്ത് ചെയ്യണേ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അതുകൊണ്ട് ഇസ്തിശ്ഫാ എന്ന അർത്ഥത്തിലാണ് പൊതുവേ ഈ ലഫ്ള് നമ്മൾ ഉപയോഗിച്ച് വരുന്നത്. അതുകൊണ്ട് ആ അർത്ഥത്തിൽ ചോദിക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല. ഇസ്തിശ്ഫാ എന്ന അർത്ഥത്തിലാണ് ആ പറയുന്നതെല്ലാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സ്റ്റേജിൻ്റെ ബാക്കിലുള്ള പച്ച കുബയിൽ കുറേ എഴുതിയിട്ട് കാണുന്നുണ്ട്. അപ്പം അങ്ങനത്തെ കുറേ ഫ്ലെക്സുകൾ, ബാനറുകൾ കാണാം എഴുതിയത്. അപ്പം അത് അദബ് കേടാണെന്ന് തോന്നുന്നുണ്ട്. ഉസ്താദിൻ്റെ അഭിപ്രായം എന്താണ്? പച്ച കുബയുടെ മേലിൽ പച്ചക്കുബ്ബ അത് മദീനത്തുണ്ട്. അങ്ങനെ അദബ് കേടാകുന്ന എന്ന് പറയാനൊന്നും പറ്റൂല. പിന്നെ പള്ളിയിൽ ഖുത്ബ നിർവഹിക്കുമ്പോൾ ഖതീബ് കാബന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞിരിക്കണം, അല്ലേ? ഖിബ്ലന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞിരിക്കണം. അപ്പൊ നാളെ ഒരാൾ പറയാ, നിങ്ങൾ ഖുത്ബ ഓതുമ്പോൾ കാബന്റെ ഭാഗത്തേക്ക് ചന്തിയാക്കിയിട്ട് തിരിക്കുന്നത് അദബ് കേടാണ്, അതുകൊണ്ട് നാളെ മുതൽക്ക് നിങ്ങൾ അങ്ങോട്ട് ഖിബ്ലന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞാലോ? അപ്പൊ ഖുത്ബ ഓതുമ്പോൾ പിന്നെ ഖതീബ് എന്താക്കേണ്ടി വരും? അയാൾ ഖിബ്ലന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞിരിക്കേണ്ടി വരും. അപ്പൊ അത് ശരിയല്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അല്ലാത്തവരെ വിളിക്കൽ അതവരെ ഇബാദത്തെടുക്കലാണ്, അവരെ ആരാധിക്കലാണ്. സൂറത്തുൽ ഫാത്തിറിലെ 14-ാമത്തെ ആയത്തിൽ കാണാം, ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅക്കും വലൗ സമിഉ മസ്തജാബു ലക്കും എന്ന്. നിങ്ങൾ അവരെ വിളിച്ചാൽ അവർ കേൾക്കുകയില്ല, ഇനി നിങ്ങൾ വിളിച്ചാൽ തന്നെ അവർ നിങ്ങൾക്ക് ഉത്തരം നൽകുകയില്ല എന്ന്
സൂറത്തുൽ ഫാത്തിറിലെ 14-ാമത്തെ ആയത്തിൽ കാണാം. ഇതിൻ്റെ തഫ്സീറിൽ ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു പറയുന്നത് സുമ്മ യജൂസു, പിന്നെ ജായിസാകും, ഐ യർജിയ ഹാദ, ഇത് മടങ്ങൽ ജായിസാകുന്നതാണ്, ഇലൽ മഅബൂദീന, ആരാധിക്കപ്പെടുന്നതിലേക്ക്. അതെന്തിനാൽ മിമ്മാ യഅഖിലു, ഗൈർ ആഖിൽ അല്ലാത്ത ആഖിലിനെ ആരാധിക്കപ്പെടുന്നതിനിക്ക് അത് മടങ്ങൽ ജായിസാണ് എന്നാണ് ഖുർത്തുബി ഇമാം പറയുന്നത്. അതിനൊക്കെ ആഖിലിന്റെ ഉദാഹരണം പറയുന്നത് കൽ മലായികത്തി വൽ ജിന്നി വൽ അംബിയാഇ വശയാത്തീനി, മലാക്കുകളെ പോലെ, ജിന്നുകളെ പോലെ, അംബിയാക്കളെ പോലെ, ശൈത്താന്മാരെ പോലെ എന്ന് ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. ആ ഖുർത്തുബി വായിച്ച് അർത്ഥം വെക്കുന്നിടത്ത് വഹാബികൾ നടത്തുന്ന ദുർവ്യാഖ്യാനാണ്. തഫ്സീർ ഖുർത്തുബിയിലുള്ളത് സുമ്മ യജൂസു, പിന്നെ ജായിസാണ്, അൻ യർജിയ ഹാദാ ഇൻ തദ്ഊഹും എന്നുള്ള ലമീർ മടങ്ങൽ എവിടത്തേക്ക്? ഇലൽ മഅബൂദീന, ഇലൽ മഅബൂദീന, മഅബൂദീങ്ങളിലേക്ക്, ആരാധിക്കപ്പെടുന്നവരിലേക്ക്. ഈ മഅബൂദ് എന്ന് പറഞ്ഞാൽ അതിനാണ് ഇലാഹ് എന്ന് പറയാ. ഇലാഹ് എന്ന് പറഞ്ഞാൽ മഅബൂദ്, മഅബൂദ് എന്ന് പറഞ്ഞാൽ ഇലാഹ്. ദൈവങ്ങളിലേക്ക്, ആരാധിക്കപ്പെടുന്നവരിലേക്ക്. അപ്പോ മക്കയുടെ മുശ്രിക്കുകൾ ആരാധിച്ചിരുന്ന അവരുടെ ദൈവങ്ങളിലേക്കും ലമീർ മടങ്ങാം. മിമ്മാ യഅഖിലു, ഈ ആരാധിക്കപ്പെടുന്ന വസ്തുവിൽ അഖലുള്ള മഅഖൂലായതും ആഖിലായതും ഗൈർ ആഖിലായതും ഉണ്ട്. ഏതുപോലെ കൽ മലായികത്തി, മലക്കുകളെ പോലെ മലക്കുകളെ അവർ ആരാധിച്ചിട്ടുണ്ട്. വൽ ജിന്നി, ജിന്നുകൾ ആരാധിച്ചിട്ടുണ്ട്. വൽ അംബിയായി, അംബിയാക്കൾ ആരാധിച്ചിട്ടുണ്ട്. വശയാത്തീനി, ശൈത്താന്മാർ ആരാധിച്ചിട്ടുണ്ട്. അപ്പോ ഇങ്ങനെ അവർ ദൈവങ്ങളാക്കിയ മലായികത്തുകൾ, ജിന്നുകൾ, അംബിയാക്കൾ, ശൈത്താന്മാർ, അതിലേക്കും ലമീർ മടങ്ങാം. അല്ലാതെ ഇപ്പറഞ്ഞത് ഔലിയാക്കളിലേക്ക് മടങ്ങാന്നല്ല പറഞ്ഞത്, മറിച്ച് അവർ ദൈവങ്ങളായി ആരാധിച്ച അവരുടെ ദൈവങ്ങളിലേക്ക് ലമീർ മടങ്ങാം എന്നാണ്. ഈ മക്കാ മുശ്രിക്കുകളെ സംബന്ധിച്ച്, മക്കാ മുശ്രിക്കുകളെ പിടിച്ച് വഹാബികൾ വലിയ തൂങ്ങൽ നടത്തലുണ്ട്, അല്ലേ? വഹാബികൾ നടത്തുന്ന ഏറ്റവും വലിയ വഞ്ചനയാണ് മക്കയിലെ മുശ്രിക്കുകൾ. കടുത്ത കാഫിറുകളും മുശ്രിക്കുകളുമായിരുന്ന അന്നത്തെ മക്കയിലെ ജനത അവരെ നന്നാക്കിക്കൊണ്ട് സുന്നികളെ കാഫിറാക്കണം. ഇതാണ് അവരുടെ പണി. മുശ്രിക്കുകളെ നന്നാക്കണം, സുന്നികളെ ബടക്കാക്കണം. അതാണ് ഇപ്പോൾ വഹാബികൾ ചെയ്യുന്ന പണി. നിങ്ങൾക്കറിയോ, മക്കയിലെ മുശ്രിക്കുകൾ ഇസ്ലാമിന്റെ 6 ഈമാൻ കാര്യങ്ങൾ, 6 ഈമാൻ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. ഈ 6 ഈമാൻ കാര്യങ്ങളിൽ ഉൾക്കൊള്ളുന്നവനല്ലേ മുസ്ലിം? എന്തായിരുന്നു ഈ മക്കയിലെ മുശ്രിക്കുകളുടെ അവസ്ഥ? ഇതാ പരിശുദ്ധ ഖുർആൻ പറയുന്നു, വത്തഖദൂ മിൻ ദൂനിൽഹി ആലിഹതൻ, മക്കയിലെ മുശ്രിക്കുകൾ അല്ലാഹുവിനെ കൂടാതെ പല ദൈവങ്ങളെയും അവർ ഉണ്ടാക്കി, അവർ വിശ്വസിച്ചു. ലാ യഖ്ലുഖൂന ശൈഅൻ വഹും യുഖ്ലഖൂൻ, ആ ദൈവങ്ങളാണെങ്കിലോ ഒന്നും പടക്കുന്നതല്ല, അവകൾ തന്നെ മഖ്ലൂഖാൻ. സൂറത്തുൽ ഫുർഖാൻ. സൂറത്ത് യാസീൻ 74, വത്തഖദൂ മിൻ ദൂനില്ലാഹി ആലിഹതൻ ലഅല്ലഹും യുൻസറൂൻ, മക്കയിലെ മുശ്രിക്കുകൾ ധാരാളം ഇലാഹുകളെ അവർ വിശ്വസിച്ചു, അവർക്ക് സഹായം ലഭിക്കാൻ വേണ്ടി. സൂറത്തു യാസീൻ. സൂറത്തുൽ അൻആം 74-ാമത്തെ ആയത്ത്, വഇദ് ഖാല ഇബ്രാഹിമു ലിഅബീഹി ആസറ അതത്തഖിദു അസ്നാമൻ ആലിഹ, ബാപ്പയോട് ചോദിക്കുന്നു, അല്ലെങ്കിൽ എളാപ്പയോട് ചോദിക്കുന്നു, നിങ്ങൾ ഈ വിഗ്രഹങ്ങളെ ഇലാഹാക്കുകയാണോ? സൂറത്ത് അൻആം. സൂറത്തുൽ ഇസ്രാ 42-ാമത്തെ ആയത്തിൽ കാണാം, ഖുൽ ലൗ കാന മഅഹു ആലിഹത്തുൻ കമാ യഖൂലൂൻ, മക്കയിലെ മുശ്രിക്കുകൾ വാദിക്കുന്നത് പോലെ ഒരുപാട് ദൈവങ്ങൾ, അല്ലാഹു അല്ലാത്ത ദൈവങ്ങൾ ഉണ്ടെങ്കിൽ അർശിന്റെ ഉടമസ്ഥനായ റബ്ബിനെ പരാജയപ്പെടുത്താൻ അത് മുന്നിട്ടിറങ്ങും. സൂറത്ത് മറിയം 81-ൽ പറയുന്നു, വത്തഖദൂ മിൻ ദൂനില്ലാഹി ആലിഹതൻ, മക്കയിലെ മുശ്രിക്കുകൾ അല്ലാഹുവിനെ കൂടാതെ ധാരാളം ദൈവങ്ങളിൽ വിശ്വസിച്ചു. സൂറത്ത്
അതുപോലെ തന്നെ വൈദാ റആകല്ലദീന കഫറൂ ഇൻ യത്തഖിദൂനക ഇല്ലാ ഹുസുവ അഹാദല്ലദീ യദ്കുറു ആലിഹതകും. ഈ മുഹമ്മദ് ആണോ നമ്മുടെ ദൈവങ്ങളൊക്കെ നിങ്ങളെ ദൈവങ്ങളെ ചീത്ത വിളിക്കുന്ന ആള് എന്നവർ ചോദിച്ചു. സൂറത്തുൽ അംബിയ 68 ഖാലു ഹർഖൂ വൻസുറു ആലിഹതകും ഇൻ കുൻതും ഫാഇലീൻ വഖാലു ലാ തദറുന്ന ആലിഹതകും വലാ തദറുന്ന വദ്ദൻ വലാ സുവാൻ വലാ യഗൂഥ വയഊഖ നസ്റാ വനസ്റാ. അതുപോലെ തന്നെ അവർ എന്താക്കി ഖാലു ലാ തദറുന്ന ആലിഹതകും വലാ തദറുന്ന വദ്ദൻ വലാ സുവാൻ വലാ യഗൂഥ വയഊഖ വനസ്റാ. സൂറത്തു നൂഹിന്റെ 23-ാമത്തെ ആയത്ത്. അവരെ ഇലാഹുകളായി ഇത്തരം ദൈവങ്ങളെ സുവാഉം യഗൂസും യഊഖും നസ്റും വദ്ദൂൽ അതൊക്കെ ഇലാഹുകളായി അവർ വിശ്വസിച്ചിട്ടുണ്ട്. അമിത്തഖദു മിൻ ദൂനിഹി ആലിഹ സൂറത്തുൽ അംബിയ 24. അതുപോലെ തന്നെ ഏനോക്ക് അവർ ഇവകളൊക്കെ ആരാധിച്ചു എന്ന് സൂറത്ത് യൂനുസ് വയഅബ്ദൂന മിൻ ദൂനില്ലാഹി മാ ലാ യദുറുഹും വലാ യൻഫഉഹും. അവർ ഈ ദൈവങ്ങളെ ആരാധിച്ചു. വയഅബ്ദൂന മിൻ ദൂനില്ലാഹി മാ ലാ യംലികു ലഹും റിസ്ഖൻ മിനസ് സമാവാതി വൽ അർള് സൂറത്തുൻ നഹ്ൽ 73. വയഅബ്ദൂന മിൻ ദൂനില്ലാഹി അല്ലാഹുവിന് പുറമെ ദൈവങ്ങൾ അവർ ആരാധിച്ചു സൂറത്തുൽ അൻകബൂത്ത് 17. വല്ലദീന തഖദു മിൻ ദൂനി ഔലിയാ മാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ. ഞങ്ങൾ ഈ ദൈവങ്ങൾ ആരാധിക്കുന്നു എന്തിനു വേണ്ടി അല്ലാഹുവിലേക്ക് അടുപ്പിക്കാൻ സൂറത്തു സുമർ. വഖാലു അജിഇതനാ ലിനഅബ്ദുല്ലാഹ വഹദ വനദറ മാ കാന യഅബ്ദു ആബാഉനാ ഫഅതിനാ ബിമാ തഈദുനാ ഇൻ കുൻത മിനസ് സ്വാദിഖീൻ സൂറത്തുൽ അറാഫ് 70. ഞങ്ങള് അള്ളാനെ മാത്രം ആരാധിക്കണമെന്നും ഞങ്ങൾ ഇതുവരെ ആരാധിച്ച ദൈവങ്ങളെല്ലാം ഒഴിവാക്കണമെന്നാണോ മുഹമ്മദ് നീ പറയുന്നത്? നിങ്ങളും നിങ്ങൾ ആരാധിക്കുന്ന ദൈവങ്ങളും നരകത്തിന്റെ ചരക്കുകളാണ്. ഇങ്ങനെ അവർ പല ദൈവങ്ങളിൽ വിശ്വസിച്ചു എന്നും അവർ അള്ളാഹുവിനോട് ധാരാളം ദൈവങ്ങൾ ഉണ്ടാക്കിയെന്നും ആ ദൈവങ്ങൾ അവർ ആരാധിച്ചു എന്നും പരിശുദ്ധ ഖുർആൻ പറയുമ്പോ അതെല്ലാം മൂടി വെച്ചുകൊണ്ട് സുന്നികളെ കാഫറാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു വഹാബികള്. എന്നിട്ടോ ഇവർ പറയും മക്കയിലെ മുശ്രിക്കുകൾ അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടായിരുന്നു. ആകാശഭൂമികൾ ആരാണ് പടച്ചതെന്ന് ചോദിക്കുമ്പോ അള്ളാഹു ആണെന്ന് പറഞ്ഞിട്ടുണ്ടവർ. ഈ സമുദ്രത്തിനെ സൃഷ്ടിച്ചത് ആരാണെന്ന് ചോദിക്കുമ്പോ അള്ളാഹു ആണ്. മഴ തരുന്നവൻ ആരാണെന്ന് ചോദിച്ചപ്പോ അള്ളാഹു ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞത് എന്താ? ഞാൻ കഴിഞ്ഞ മുഖാമുഖത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. അവരൊക്കെ എന്താണ് വലിയ ദൈവം എന്ന നിലക്ക് അള്ളാഹുവിനെ വലിയ ദൈവമാക്കി മറ്റുള്ളതുകളൊക്കെ ചെറിയ ദൈവം. അഥവാ ഒരാള് പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ മറ്റുള്ള ആളുകൾ സാധാരണ മന്ത്രിമാരായതുപോലെ ഒരു ഇലാഹിന്റെ കൂട്ടത്തിൽ വിശ്വസിച്ച ബഹുദൈവ വിശ്വാസികളാണവർ. കണ്ടോ, സൂറത്തുൽ ഖുർത്തുബിൽ കാണാം, സൂറത്തുൽ ലതായിഫുൽ ഇശാറാത്ത്, അതുപോലെ തന്നെ തഫ്സീറുൻ നൈസാബൂരിൽ കാണാം കാനൂ യഅ്തരിഫൂന ബിഅന്നഹു അൽ ഇലാഹുൽ അഅ്ളം. അല്ലാഹു വലിയ ദൈവമാണെന്ന് അവർ എന്താക്കി വിശ്വസിച്ച് ദൈവങ്ങളുടെ കൂട്ടത്തിൽ പ്രധാന ദൈവം അഥവാ പരമേശ്വരനാണ്, മറ്റുള്ളതൊക്കെ ദൈവമാണ്. അത് എന്ന് മാത്രമല്ല, അവർ ചോദിച്ചൊരു ചോദ്യമുണ്ട്, മുഹമ്മദേ ഈ ലോകത്തിനെ നിയന്ത്രിക്കാൻ ഞങ്ങൾ ഒരുപാട് ദൈവങ്ങൾക്ക് സാധിക്കുന്നില്ല, എന്നിട്ടല്ലേ നിന്റെ ഒറ്റ ദൈവം നിയന്ത്രിക്കുന്നത് എന്ന് മക്കയിലെ മുശ്രിക്കുകൾ ചോദിച്ചു. ഇനി കേട്ടോ, ഇതൊക്കെ അള്ളാഹിനെ സംബന്ധിച്ചാണെങ്കിൽ അവർ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരാൾ മുഅ്മിനാകണമെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ച് എന്താ അവർ പറഞ്ഞത്? അള്ളാഹിന്റെ റസൂലിനെ പറ്റി അവർ പറഞ്ഞു, മുഹമ്മദേ നീ ഒരു നബി, ഈ മുഹമ്മദ് സാഹിറാണ്, കദ്ദബാണ്, കളവ് പറയുന്ന കള്ളനാണ്. അതേപോലെ ഞങ്ങളെ ഉപ്പാപ്പമാരൊക്കെ ആരാധിച്ചു വന്ന ഞങ്ങളെ ദൈവങ്ങളെല്ലാം ഈ ഭ്രാന്തനായ, ഈ പാട്ടുകാരനായ ഭ്രാന്തനാണെന്ന് അവർ പറഞ്ഞു. അതേ സൂറത്തു ദാരിയാത്ത് 52 ഖാലു സാഹിറുൻ ഔ മജ്നൂൻ. ഇങ്ങനെ അള്ളാഹിന്റെ റസൂലിനെ നിഷേധിച്ചു. ഈമാൻ കാര്യത്തിന്റെ 2. അതേപോലെ ഖുർആൻ കൊണ്ട് വിശ്വസിക്കണമെന്നത് ഈമാൻ കാര്യത്തിൽ 3ാമത്തെ കാര്യമാണ്. എന്നാ ഖുർആൻ അവർ അംഗീകരിച്ചിട്ടുണ്ടോ? വഇദാ തുത്ലാ അലൈഹിം ആയാതുനാ ബയ്യിനാത്തിൻ ഖാലൂ മാ ഹാദാ ഇല്ലാ റജുലുൻ യുരീദു അൻ യസുദ്ദകും അമ്മാ കാന യഅ്ബുദു ആബാഉകും വഖാലൂ മാ ഹാദാ ഇല്ലാ ഇഫ്കും മുഫ്തറാ. ഈ ഖുർആൻ ദൈവിക ഗ്രന്ഥമല്ല, ഇത് നിർമ്മിത ഗ്രന്ഥമാണ്, ഇത് കാദംബരിയാണ്, നോവലാണെന്ന് ഒരു മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞു. അതേപോലെ തന്നെ അം യഖൂലൂന ഇഫ്തറാ, സൂറത്ത് യൂനുസ് 38 മുഹമ്മദ് ഇത് സ്വന്തമായി ഉണ്ടാക്കിയെന്ന് അവർ പറയുന്നുണ്ടോ? അതേപോലെ സൂറത്ത് ഫുസ്സിലത്ത് 26 വഖാലല്ലദീന കഫറൂ ലാ തസ്മഊ ലിഹാദൽ ഖുർആൻ. കാഫിറുകൾ മക്കത്തെ മുശ്രിക്കുകൾ പറഞ്ഞു, ഈ ഖുർആൻ നിങ്ങൾ കേൾക്കണ്ട. ഇങ്ങനെ ഖുർആനിനെ നിഷേധിച്ചു. ഈമാൻ കാര്യത്തിൽപ്പെട്ടതാണല്ലോ ഖുർആൻ അംഗീകരിക്കണമെന്നത്.
അതേപോലെ ഈമാൻ കാര്യത്തിൽപ്പെട്ടാണല്ലോ മലായിക്കുകളെ കൊണ്ട് വിശ്വസിക്കുക എന്നുള്ളത്. ഈ മലക്കുകളെ പറ്റി എന്താണ് അവർ വിശ്വസിച്ചത്? ഈ മലക്കുകൾ ഇലാഹുകളാണ് എന്നാണ് അവരുടെ വിശ്വാസം, ദൈവമാണെന്നാണ് വിശ്വാസം. ഫസ്തഫ്തിഹിം അലി റബ്ബിക്കൽ ബനാതു വലഹുമുൽ ബനൂൻ. അള്ളാഹ്ക്ക് പെണ്ണുമക്കളും നിങ്ങൾക്ക് ആൺമക്കളാണെന്ന് ചോദിക്കോ? അവരോട് ചോദിക്കൂ നബി. അഥവാ മലായിക്കത്തുകളെ ദേവികളാക്കുകയും ദൈവമാക്കുകയും ചെയ്തവരാണ്. വജഅലുൽ മലായികത്തല്ലദീന ഹും ഇബാദുർ റഹ്മാനി ഇനാസാ. മലായിക്കുകൾ അവർ പെണ്ണുകളാക്കുകയും ദേവികളാക്കുകയും ഇലാഹുകളാക്കുകയും അവർ ചെയ്തിട്ടുണ്ട്. മലായിക്കത്തുകൾ അവർ ആരാധിച്ചിട്ടുണ്ട്, ദൈവമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നല്ലദീന അബദുൽ മലായികത യസ്ഉമൂന അന്നഹും ബനാതുല്ലാഹ്. അല്ലാഹനെ ഈ മലായികത്തുകൾ ആരാധിച്ച മക്കയിലെ മുശ്രിക്കുകൾ അല്ലാഹുവിന്റെ പെൺമക്കളാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. തഫ്സീർ റാസി 26:361. അതുപോലെ അമിത്തഖദൂ മിൻ ദൂനിഹി ആലിഹ. അല്ലാഹുവിന് പുറമെ ദൈവങ്ങളാക്കി അവരോട് പറയൂ നബി, ഹാത്തു ബുർഹാനക്കും, നിങ്ങൾ തെളിവ് കൊണ്ടുവരണം. അപ്പോ മലക്കുകളെ കൊണ്ട് അവരുടെ വിശ്വാസം എന്തായിരുന്നു? ദൈവമെന്നാണ് എന്നാണ്. ഈമാൻ കാര്യത്തിൽ മറ്റൊരു കാര്യമാണ് അന്ത്യനാൾ കൊണ്ട് വിശ്വസിക്കുക എന്നത്. ഖിയാമത്ത് നാൾ വരൂല എന്നാണ് അവർ പറഞ്ഞത്. അല്ലദീന യസുദ്ദൂന സബീലില്ലാഹി വയബ്ഗൂനഹാ ഇവജൻ വഹും ബിൽ ആഖിറതി ഹും കാഫിറൂൻ. സൂറത്ത് ഹൂദ്. അവർ ആഖിറം നിഷേധിക്കുന്നവരാണ്, പരലോകത്തിന്റെ ജീവിതം നിഷേധിച്ചവരാണ്. അതേപോലെ തന്നെ വലഇൻ ഖുൽത ഇന്നകും മബ്ഊസുന മിൻ ബഅദിൽ മൗതി ലയഖൂലന്ന അല്ലദീന കഫറു ഇൻ ഹാദാ ഇല്ലാ സിഹ്റുൻ മുബീൻ. മരിച്ചതിന്റെ ശേഷം ഒരു പരലോക ജീവിതമുണ്ടെന്ന് പറയുമ്പോൾ അവർ അതിനെ നിഷേധിക്കുന്നു, സിഹ്റാണ്, ഇത് വ്യക്തമായ മരണമാണെന്ന് അവർ പറയുന്നു. അതേപോലെ തന്നെ ബൽ ഖാലു മിസ്ല മാ ഖാലൽ അവലൂൻ ഖാലു അയിദാ മിത്നാ വകുന്നാ തുറാബൻ വഇളാമൻ അഇന്നാ ലമബൂസൂൻ. നിങ്ങൾ മരിച്ചതിന് ശേഷം പുനർജീവം ഉണ്ടാകുമെന്ന് പറയുമ്പോൾ ഞങ്ങൾ എല്ലായി നുരുമ്പിപ്പോയാൽ ഞങ്ങളെ രണ്ടാമത് പുനർജീവിപ്പിക്കുമോ എന്നവർ ചോദിച്ചു. സൂറത്തുൽ മുഅ്മിനൂൻ. ഇങ്ങനെ അന്ത്യനാൾ കൊണ്ടുള്ള വിശ്വാസവും നിഷേധിച്ചു. അതുപോലെ മറ്റൊരു അവസാനത്തെ കാര്യമാണ് ഖൈർ ശർ കൊണ്ട് വിശ്വസിക്കുക. അതിനെപ്പറ്റി അവർ പറഞ്ഞു, ഖാലു മാ ഹിയ ഇല്ലാ ഹയാതുന ദുനിയ നമൂതു വനഹിയ വമാ യുഹ്ലികുനാ ഇല്ല ദഹർ. ഞങ്ങളെ നശിപ്പിക്കുന്നത് കാലം മാത്രമാണ് എന്നവർ പറഞ്ഞു. ഇങ്ങനെ ഈമാൻ കാര്യത്തിൽ ഒന്നിനു പോലും വിശ്വാസമില്ലാത്ത ആളുകളായിരുന്നു മക്കയിലെ മുശ്രിക്കുകൾ. അവരെ പറ്റിയാണ് സോപ്പിട്ട് നന്നാക്കാൻ വേണ്ടി പോവുകയും എന്നിട്ട് ഈ സുന്നികളെക്കാൾ അവർ നല്ലവരായിരുന്നു. എന്തിനു വേണ്ടി? സുന്നികളെ കാഫറാക്കണം, മക്കയിലെ മുശ്രിക്കുകളെ നന്നാക്കണം. സുബ്ഹാന ജല്ല ജലാലു. അല്ലാഹുവിനെ റസൂലിനെ നിഷേധിച്ച, മലക്കുകളെ ദൈവമാണെന്ന് പറഞ്ഞ, ഖദറിൽ നിഷേധിച്ച ഇങ്ങനെയുള്ള ഒരു വിഭാഗത്തിനെയാണ് അവർ സുന്നികളെക്കാളും നല്ലവരാണ്. അവർ ചെയ്ത തെറ്റെന്താ? മുഹയ്യിദ്ദീൻ ഷെയ്ഖിനെ പോലെയുള്ള ഔലിയാക്കളെ വിളിച്ചു, അത്ര മാത്രമേ തെറ്റുള്ളൂ. സുബ്ഹാനല്ലാഹ്, എന്തൊരു അത്ഭുതമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഒരു ബുദ്ധിയുള്ളവൻ സ്വീകരിക്കോ ഇത്? ഖുർആനെ പച്ച കള്ളമാണെന്ന് പറഞ്ഞു, അള്ളാഹിന്റെ റസൂലിനെ കള്ളനാണെന്ന് പറഞ്ഞു, സായിറാണെന്ന്. ഇതൊക്കെ മൂടി വെച്ചിട്ടാണ് പാവപ്പെട്ട അതിൽ ചേർന്ന ചില സാധാരണക്കാരെ ചതിക്കുന്നത് വഹാബികൾ. അതുകൊണ്ട് ഈ കാര്യം യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത് പറയാൻ ഞാൻ ഇത്ര സമയം എടുത്തത്. വഹാബികളെ ചതി മനസ്സിലാക്കാൻ വേണ്ടിയാണ് ദജ്ജാലൂൻ എന്ന് അള്ളാഹിന്റെ റസൂല് പറഞ്ഞത് എത്രമാത്രം സത്യമാണ്. കബളിക്കുന്ന വിഭാഗം, സത്യത്തിനെ അസത്യമാക്കുന്ന, അസത്യത്തിനെ സത്യമാക്കുന്ന കബളിക്കുന്ന വിഭാഗമാണ് വഹാബികൾ. അതല്ലേ ഈ കബളിക്കുന്നത്? മക്കയിലെ മുശ്രിക്കുകളെ സംബന്ധിച്ച് അവർ നല്ലവരായിരുന്നു, അവരൊക്കെ സുന്നികളെക്കാൾ നല്ലവരായിരുന്നു, എല്ലാത്തിനും വിശ്വാസം ഉണ്ടായിരുന്നു. ആകെ അവർ ചെയ്ത തെറ്റ് മുഹയ്യിദ്ദീൻ ഷെയ്ഖിനെ പോലെയുള്ള ഔലിയാക്കൾ വിളിച്ചു, ഇത്ര മാത്രമേ ഉള്ളൂ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അതുപോലെ തന്നെ സൂറത്ത് യൂനുസിലെ 18-ാമത്തെ ആയത്തിൽ കാണാം, വയഅ്ബുദൂന മിൻ ദൂനില്ലാഹി മാ ലാ യദുർറുഹും വലാ യൻഫഉഹും വയഖൂലൂന ഹൗലാഇ ശുഫാഉനാ ഇൻദല്ലാഹ് എന്ന്. അതായത് അള്ളാഹുവിനെ കൂടാതെ അവർ ആരാധിക്കുന്നു, അവർക്കത് ബുദ്ധിമുട്ടാക്കുന്നില്ല. വലാ യൻഫഉഹും, അവർക്കത് ഉപകരിക്കുന്നില്ല. വയഖൂലൂന, അവർ പറയും, ഹൗലാഇ ശുഫാഉനാ ഇൻദല്ലാഹ്, അക്കൂട്ടർ ഞങ്ങൾക്ക് ശുപാർശ ചെയ്യുന്നവരാണ്, ഷഫാത്ത് ചെയ്യുന്നവരാണ് എന്ന് ഈ ആയത്തിലെ ഇമാം റാസി റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് പറയുന്നു. വനളീറുഹു ഫി ഹാദസ് സമാനി, വനളീറുഹു, മക്കത്തെ മുശ്രിക്കീങ്ങളെ പോലെ ആയതുപോലെയുണ്ട്, ഫി ഹാദസ് സമാനി, ഈ കാലഘട്ടത്തിൽ, ഇസ്തിഗാലു കസീർ മിനൽ ഖൽഖി, അവർ ജോലിയായതുപോലെയുണ്ട്, ഒരുപാട് ജനങ്ങൾ ജോലിയായതുപോലെയുണ്ട്, ബി തഅളീമി ഖുബൂരിൽ അക്കാബിരി, ഔലിയാക്കന്മാരുടെ ഖബറുകളെ ആദരിക്കൽ കൊണ്ട്,
ഏത് വിശ്വാസത്തിന്റെ മേൽ അലഅ്തിഖാദി അന്നഹും ഇദാ അള്ളമു ഖുബൂറഹും അവരുടെ ഔലിയാക്കളെ അവർ ആദരിച്ചാൽ ഫഇന്നഹും യകൂനൂന ശുഫാഅ ലഹും ഇൻദല്ലാഹ് അത് അവർക്ക് അള്ളാഹുവിന്റെ അടുക്കൽ ശുപാർശ ചെയ്യുന്നതാണ് എന്ന് ഇമാം റാസി റളിയല്ലാഹു അൻഹു തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ ഇമാം തൊബ്രാനി ബി ഇസ്നാദ് അവിടുന്ന് തൊബ്രാനി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു. ഇനി മറുപടി പറഞ്ഞു കൊടുക്കാം. ഇമാം റാസി തഫ്സീർ റാസിയിൽ മക്കയിലെ മുശ്രിക്കുകളെ സംബന്ധിച്ച് പറഞ്ഞിട്ട് പറഞ്ഞു, വനളീറുഹു ഫി ഹാദ സമാൻ ഇസ്തിഖാലു കസീരി മിനൽ ഖൽഖി ബിതഅലീമി ഖുബൂരിൽ അകാബിരി. അതേപോലെയാണ് ഈ കാലഘട്ടത്തിൽ കുറെ മഖ്ലൂഖീങ്ങൾ വലിയവരെ ഖബർ ബഹുമാനിക്കൽ കൊണ്ട് ജോലിയാകുന്നു. ഇത് കണ്ടപ്പോഴേക്ക് വഹാബി മനസ്സിലാക്കിയത് സുന്നികളാണ്. പാവം, അവിടെ മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞിട്ടില്ല, ഇസ്തിഖാലു കസീരി മിനൽ ഖൽഖ് എന്നാ പറഞ്ഞേ. ചില പടപ്പുകൾ മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞില്ല, സുന്നികളും പറഞ്ഞില്ല. ഈ വനളീറുഹു എന്ന് പറഞ്ഞാൽ എന്താ? നളീർ നളീർ എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? വനളീറു നളീർ എന്ന് പറഞ്ഞാൽ അൽ മിസ്ലുൽ മുസാവി, സമാനമായ ഒരു സംഗതിക്കാണ് നളീർ എന്ന് പറയാ. മിസ്ബാഹുൽ മുനീർ, അതുപോലെ മുഖ്താറിൽ കാണാം വനളീറു ശൈഇ മിസ്ലുഹു 313. അതുപോലെ മുഅ്ജമുൽ വസീത്തിൽ കാണാം അൽ മിസ്ലു വൽ മുസാവി എന്നൊക്കെയാണ് അർത്ഥം. അപ്പൊ ആ മക്കയിലെ മുശ്രിക്കുകൾ എന്താ ചെയ്തത്? ചില ആളുകളെ ദൈവമാക്കിക്കൊണ്ട് ആരാധിച്ചു, ഇബാദത്തെടുത്തു. അതിന്റെ നളീറാകണമെങ്കിൽ ഖബറിന് ഇബാദത്തെടുക്കണം, അപ്പോഴേ അത് നളീറാവുള്ളൂ. ഈ മഹാന്മാരാണെന്ന് വിശ്വസിക്കപ്പെടുന്ന ആളുകളുടെ ഖബറിന് ഇബാദത്തെടുക്കുമ്പോഴാണ് നളീറാവുക. ഇമാമുർ റാസി സുന്നികളെ ചെയ്യുന്ന പ്രവൃത്തിയെ സംബന്ധിച്ചല്ല എന്ന് വളരെ വ്യക്തമായി റാസിയിൽ തന്നെ കാണാം. തഫ്സീർ റാസി അവസാന ഭാഗത്തിൽ അലം നശ്റഹിന്റെ വ്യാഖ്യാനത്തിൽ കാണാം. ഇമാം റാസി പറയുന്നു, ഫൽ ഖുറാഉ യഹ്ഫദൂന അൽഫാള മൻശൂരിക വൽ മുഫസ്സിറൂന യുഫസ്സിറൂന മആനി ഖുർആനിക വൽ വഅലു യുബല്ലിഗൂന വഅലക ബലിൽ ഉലമാ വസ്സലാത്തീനു യസിലൂന ഇലാ ഖിദ്മതിക വയുസല്ലിമൂന മിൻ വറാഇൽ ബാബി അലൈക വയംസഹൂന ഉജൂഹഹും ബിതുറാബി റൗളതിക. നബിയേ, വഅൽ പറയുന്ന ആള് തങ്ങളുടെ വഅലിനെ എത്തിക്കുന്നു. മാത്രമല്ല പണ്ഡിതന്മാരും രാജാക്കന്മാരും അങ്ങയുടെ ഖബർ ഷരീഫിന്റെ അരികിൽ വരുന്നു, അവിടെ നിന്ന് സലാം പറയുന്നു. വയംസഹൂന ഉജൂഹഹും ബിതുറാബി റൗളതിക, അങ്ങയുടെ റൗളന്റെ മണ്ണ് കൊണ്ട് മുഖം അവർ സ്പർശിക്കുന്നു. വയർജൂന ശഫാഅതക, നബിയേ തങ്ങളുടെ ശഫാഅത്ത് അവർ ആഗ്രഹിക്കുന്നു. കണ്ടോ, ഇമാം റാസി തന്നെ പറയുന്നു. അപ്പൊ അതൊന്നും തെറ്റല്ല എന്ന് ഇമാം റാസി തഫ്സീറിൽ തന്നെ പറഞ്ഞു. അതേപോലെ തന്നെ തഫ്സീർ റാസി 4-ാം വാള്യം 126 കാണാം, അന്നന്നാസ യസൂറുന ഖുബൂറ ശുഹദാഇ വയുഅല്ലിമൂനഹാ, ജനങ്ങൾ ശുഹദാക്കളെയും ഖബറിനെ ബഹുമാനിക്കുകയും സിയാറത്തുകയും ചെയ്യുന്നു. അപ്പൊ അതൊന്നും തെറ്റല്ല. അപ്പൊ ഈ പറഞ്ഞതോ, ഇത് ചില ഖബറിനെ ആരാധിക്കുന്ന തവാഫ് ചെയ്യുകയോ അവിടെ സുജൂദ് ചെയ്യുകയോ ചെയ്യുന്നത് പോലെയുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ചാണ് എന്ന് വളരെ വ്യക്തമാണ്. അത് ഇമാം ഇബ്നു ഹജർ അസ്സവാജിർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. എത്ര മണി? 10:45, 11 നിർത്തണമെന്നാണ്. എന്തോ ഒരു ഹദീസ് വായിച്ചല്ലോ, ഒറ്റ വാക്കിൽ മറുപടി പറയാം. തൊബ്രാനി ബി ഇസ്നാദി അവിടുന്ന് തൊബ്രാനി ഇമാം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, അന്നഹു കാന ഫീ സമനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുനാഫിഖുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു മുനാഫിഖ് ഉണ്ടായിരുന്നു. യുഉദിൽ മുഅ്മിനീന, അവൻ മുഅ്മിനീങ്ങളെ ബുദ്ധിമുട്ടാക്കുന്നവനായിരുന്നു. ഫഖാല ബഅദുഹും, അപ്പോൾ ചില ആളുകൾ പറഞ്ഞു, ഖൂമു ബിനാ നസ്തഗീസു, ഞങ്ങൾ ഇസ്തിഗാസ നടത്താൻ വേണ്ടി പോവാം, ബി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളുടെ അടുക്കൽ, മിൻ ഹാദൽ മുനാഫിഖ്, ഈ മുനാഫിഖിനെ സംബന്ധിച്ച്. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നഹു ലാ യുസ്തഗാസു ബി, എന്നോട് ഇസ്തിഗാസ നടത്തപ്പെടുകയില്ല. വ ഇന്നമാ യുസ്തഗാസു ബില്ലാഹി, അല്ലാഹുവിനോടാണ് ഇസ്തിഗാസ നടത്തപ്പെടുന്നത് എന്ന്. ഒറ്റ വാക്കിൽ മറുപടി പറയുന്നു, എന്നെ കൊണ്ട് സഹായം തേടാൻ പറ്റൂല എന്ന് റസൂല പറഞ്ഞു. ഒന്നാമത്, ഈ ഹദീസ് ഇമാം ത്വബറാനിയും ഇമാം അഹ്മദ് ബിൻ ഹംബലും റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്.
ഇമാം ത്വബറാനി റിപ്പോർട്ട് ചെയ്തത് പിന്നെ ഇബ്നു ലഹിഅത്ത്, അലിബിൻ റബാഹ്, ഉബാദത്ത് ബിൻ സാമിത്ത് എന്ന ആളെ തൊട്ട് റിപ്പോർട്ട് ചെയ്തു എന്നാണ് സനദിലുള്ളത്. അലിബിൻ റബാഹ് ഉബാദത്ത് ബിൻ സാമിത്തിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്തു എന്നാണ് ത്വബറാനിയിലുള്ളത്. എങ്കിൽ മുസ്നദ് അഹ്മദിൽ ഈ ഹദീസിന്റെ സനദിൽ അലിബിൻ റബാഹ് ഒരു റജുലിൽ നിന്ന് ആ റജുല് ഉബാദത്ത് ബിൻ സാമിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്തു എന്നാണ്. അപ്പൊ ത്വബറാനിന്റെ റിപ്പോർട്ടിൽ ഇടയിൽ നിന്ന് ഒരാള് സാക്കിത്തായിട്ടുണ്ട്. അഹ്മദ് ബിൻ ഹംബലിന്റെ റിപ്പോർട്ടിൽ ഒരാള് മജ്ഹൂലായിട്ടുണ്ട്. അതുകൊണ്ട് സനദിൽ ഇൽത്തിറാബുണ്ട്, സനദിൽ ഇൽത്തിറാബുണ്ട്. രണ്ടാമത് ഹദീസിന്റെ മത്നിലും ഇൽത്തിറാബുണ്ട്. തബറാനി റിപ്പോർട്ട് ചെയ്ത് ഹദീസിലുള്ളത് ലാ യുസ്തഗാസു ബി എന്നാണ്. മുസ്നദ് അഹ്മദിലുള്ളത് ലാ യുഖാമു ലീ എന്നാണ്, എനിക്ക് വേണ്ടി നിൽക്കപ്പെടൂല. മത്നിലും ഇൽത്തിറാബുണ്ട്. അതുകൊണ്ട് ഈ ഹദീസിന്റെ സനദിലും മത്നിലും ഇൽത്തിറാബുള്ളത് കൊണ്ട് ഈ ഹദീസ് സ്വീകാര്യമല്ല. ഒന്ന്. രണ്ടാമത്തത്, ഈ ഹദീസിന്റെ റിപ്പോർട്ടിൽ ഇബ്നു ലഹിഅത്ത് എന്ന് പറയുന്ന റാവിയുണ്ട്. അദ്ദേഹം ഹിജ്റ 169 അദ്ദേഹത്തിന്റെ കിതാബുകൾ, ഹദീസിന്റെ കിതാബുകൾ മുഴുവനും കഴിഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് മുമ്പ് റിപ്പോർട്ട് ചെയ്ത ഹദീസുകൾ മാത്രമേ സ്വീകാര്യമാവുകയുള്ളൂ. അതേസമയം ആരൊക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസ് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ? അബാദിലത്ത് അഥവാ അബ്ദുല്ലാഹിബിൻ മുബാറക്, അബ്ദുല്ലാഹിബിൻ വഹബ്,